സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ജീവിതത്തിൽ രണ്ട് ചിന്താഗതിയാണുള്ളത്. ഒന്ന് നെഗറ്റീവ് ചിന്താഗതിയും ഒന്ന് പോസിറ്റീവ് ചിന്താഗതിയും. ഈ രണ്ട് ചിന്താഗതികളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ടും പിന്നോട്ടൊക്കെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നു. നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കഴിയുന്നതും രക്ഷപ്പെട്ടു പോകുന്നു. പിന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നല്ലതിലേക്ക് നയിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പല കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നു. നമ്മുടെ ജീവിതം നല്ല സ്മൂത്തായിട്ട് പോകാൻ സഹായിക്കുന്നു. നമ്മൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കണേ, നമുക്ക് നല്ല ഭക്ഷണം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നശിക്കും. ആരോഗ്യം നശിക്കുന്നതനുസരിച്ച് അങ്ങനെ നമുക്ക് രോഗങ്ങൾ വരാൻ തുടങ്ങും. അതുപോലെ നമുക്ക് പല അസ്വസ്ഥതകളുണ്ടാവും. ചിലപ്പോൾ ഉറക്കമുണ്ടാവില്ല, പല പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. രോഗമായതുകൊണ്ട് ഭയങ്കര അസ്വസ്ഥത. അതുപോലെയാണ് നെഗറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഡള്ളായി പോവും. ജീവിതത്തിൽ പല പരാജയങ്ങൾക്കും കാരണമാവും. ജീവിതം മുന്നോട്ട് പോകാൻ വളരെ കഷ്ടപ്പെട്ട് ഇതാവും. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പോൾ ഞാനൊരു ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അതൊരു 100 പേര് കണ്ടു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് സെക്കൻഡ് വീഡിയോ ചെയ്തു. അപ്പോൾ എനിക്ക് ആരും സപ്പോർട്ട് ചെയ്യണില്ല. അത് 75 പേരായിട്ട് കുറഞ്ഞു. പിന്നെ ഒരു വീഡിയോ ചെയ്തു, അത് 50 പിന്നെ 25. അപ്പം ഞാൻ എന്തിട്ട് വിചാരിക്കാം, എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ വീഡിയോ നിർത്താം, ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന്. മറിച്ച് എൻ്റെ വീഡിയോ ഞാൻ ചെയ്തു, ആദ്യം ഒരു 100 പേര് കണ്ടു, പിന്നെ അത് 500 പിന്നെ അത് 1000 പേരായി. അപ്പം ഞാൻ എന്തിട്ട് ചിന്തിക്കാം, എനിക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീഡിയോ ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അത് കാരണം കൊണ്ട് എനിക്ക് കുറേ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് കാരണം കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ മുന്നോട്ട് പോകാൻ എനിക്ക് എന്തിനാ പറയുക, ഒരു പോസിറ്റീവ് എനർജി കിട്ടും. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നമ്മൾ മുന്നോട്ട് നയിക്കും, നെഗറ്റീവ് എനർജി നമ്മളെ പുറകിലോട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. പലവരുടെ ജീവിതത്തിലും നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അത് അതിൽ വരുന്ന ഇമോഷനാണ് നമ്മളെ തളർത്തുന്നതും നശിപ്പിച്ച് കളയുന്നതും. ആ നെഗറ്റീവ് എനർജിയിലുള്ള ഇമോഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കും. പലപ്പോഴും നമ്മുടെ ഇമോഷൻസാണ്, നെഗറ്റീവ് എനർജിയിൽ വരുന്ന ഇമോഷൻസാണ് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി നമുക്ക് എപ്പോഴും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം, നമ്മൾ എത്ര നന്നായി ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് രോഗങ്ങൾ വരില്ലേ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര നമ്മൾ സ്മൂത്തായി കൊണ്ട് നടന്നാലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജി വരും. അപ്പം നമുക്ക് രോഗങ്ങളും അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തിനു ചെയ്യണേ, അത് ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് എനർജികൾ വരുമ്പോൾ നമ്മളത് ചികിത്സിച്ച് ഭേദമാക്കാൻ ശ്രമിക്കണം. അപ്പം നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് തിങ്കിങ്ങോടുകൂടെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. എൻ്റെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.